ഇന്ന് നമുക്ക് ഇതുപോലുള്ള ഒരു ഗാജറ ബ്രേസ്ലെറ്റ് എങ്ങനെ ചെയ്യാമെന്ന് കാണാം. അതിന് നമുക്ക് ആവശ്യമുള്ളത് ഇതായി ലോറിയിൽ വെയർ, അതായത് ഫ്യൂസ് വെയർ, എന്നിട്ട് ബീഡ്സിലാണെങ്കിൽ ഞാൻ 3 ലൈൻ ഫുള്ളും അങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് 3 ലൈനിലും തികഞ്ഞില്ല, ശകലം കൂടി എടുക്കേണ്ടി വന്നിട്ടോ. അപ്പം ഞാൻ ആദ്യം അത് 3 ലൈനിലാണ് 3 ലൈൻ ഫുള്ളും എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് 2 ടൈപ്സിൽ ജംപ് റിങ്സ് വേണം. ഈ കുഞ്ഞ് ജംപ് റിങ്സും വലിയ ജംപ് റിങ്സ് 2 എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഹാങ്ങിങ്സ് ഇടാനായിട്ട്. ഈ ചെയിന് എന്നിട്ട് ഒരു ലോക്ക് കൂടി, അത് കഴിഞ്ഞിട്ട് മെമ്മറി വെയർ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ഒരു സർക്കിൾ വരുന്ന രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് മെമ്മറി വെയറിൻ്റെ ഒരു എൻഡിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്ത് ടൈറ്റ് ചെയ്തെടുക്കണം. ഇനി ലോറിയിൽ വെയർ എടുക്കാം. അതിൻ്റെ 2 സൈഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ വയർ എടുത്ത് അതിനെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 3mm ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബീഡ് എടുക്കാം. എന്നിട്ട് അതിൽ ഇങ്ങനെ ലോറിയിൽ വെയർ കോർത്തെടുത്തതിന് ശേഷം പ്ലെയർ എടുത്ത് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് അതിങ്ങനെ വെച്ച് ചുറ്റിയെടുക്കണം. നമുക്ക് ലോറിയിൽ ബീഡ്സ് അവൈലബിൾ ആണ്, അത് വാങ്ങിയിട്ട് നമുക്ക് ഈ ബ്രേസ്ലെറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് സാധാരണ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ കിട്ടും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ബീഡ് എടുത്ത് അതിലിങ്ങനെ കോർത്തെടുത്തതിന് ശേഷം പ്ലെയർ എടുത്ത് ഇതിൽ അങ്ങനെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ വയറിനെ താഴേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ ചുറ്റിയിട്ടെടുക്കണം. ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ബീഡ്സ് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മെമ്മറി വയർ എടുത്ത് മെമ്മറി വയറിൻ്റെ ഇനൊരു സൈഡിൽ നമുക്ക് എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് ഇതിങ്ങ് കോർത്ത് കൊടുക്കണം. വെറുതെ ഓരോന്നായിട്ട് അങ്ങ് ഫുള്ളും അങ്ങ് കോർത്തിട്ടാൽ മാത്രം മതി. ഇതിലാദ്യം ഞാനൊരു ബീഡാണ് കോർത്ത് കൊടുത്തത്. എന്നിട്ടാണ് നമ്മളിങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന ഓരോ ബീഡ്സായിട്ട് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് എൻഡിൽ നമുക്കത് പുറത്ത് വരാതെ അതങ്ങനെ സ്റ്റോപ്പായി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ആ ബീഡ് കോർത്ത് കൊടുത്തത്. ഈ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് 400 രൂപയ്ക്ക് കൂടുതൽ തന്നെ സെയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ 3 ലൈൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഇത്രയും ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇനി ശകലം കൂടി ബാക്കിയുണ്ട്. ആ പ്ലേസ് കൂടി കോർത്തെടുക്കണം. എന്നിട്ട് ഹാങ്ങിങ്സും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ശകലം ബീഡ്സ് കൂടി ഞാൻ എടുത്ത് ആ ലോറിയിൽ വെയർ യൂസ് ചെയ്ത് ചുറ്റിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിന് അത്രയും കോർത്തതിന് ശേഷം നമുക്ക് ഈ എൻഡും ഇതുപോലെ ഒന്ന് വളച്ചെടുക്കണം. ഇനി ഒരു വലിയ ജംപ് റിങ്സ് എടുത്ത് അതിനകത്ത് ഇതുപോലത്തെ ബീഡ്സ് ഒരു 15 ഞാൻ കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനങ്ങനെ നമുക്ക് ആ ചെയിനിൻ്റെ ഒരു എൻഡിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കുഞ്ഞ് ജംപ് റിങ്സ് എടുക്കാം. എടുത്ത് അത് ഓപ്പൺ ചെയ്ത് ആ ചെയിനിൽ വേറൊരു എൻഡിൽ അത് കോർത്തെടുത്ത് നമ്മുടെ ഈ ബ്രേസ്ലെറ്റിൻ്റെ ഇവിടെയും ഒന്ന് കോർത്ത് അങ്ങോട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡ് നമുക്കിതുപോലെ ഹാങ്ങിങ്സ് ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് സൈഡ് നമ്മളിടുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഹുക്ക് കൂടി ഒന്ന് കോർത്തിട്ട് വേണം അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗജറ ബ്രേസ്ലെറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ ഇതിൻ്റെ കിറ്റ് ആവശ്യമുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. താങ്ക്